തിരുവനന്തപുരം മണ്ണന്തലയ്ക്ക് സമീപം, അതായത് മണ്ണന്തല ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും MC റോഡ് വഴി മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും റാണിഗിരി പള്ളിയുടെ ഓപ്പോസിറ്റ് കാണുന്ന വഴിയെ 700 മീറ്റർ വന്നു കഴിഞ്ഞാൽ അതാ ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും. ഇതിനകത്ത് ഇപ്പോൾ വീടുകളുടെ വർക്ക് നടക്കുവാണ്. നമുക്കിതാ ഈ ഒരു പ്രോപ്പർട്ടി വന്നിട്ട് പ്ലോട്ട് വന്നിട്ട് 5.9 സെൻറ്റിലാണ് നമുക്ക് ഈ ഒരു പ്ലോട്ട് വരുന്നത്. നമുക്കിതിനകത്ത് ഓൾറെഡി ഇതാ അതിൻ്റെ ബേസ്മെൻറ്റ് വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്കിതിൻ്റെ ബേസ്മെൻ്റ് വർക്ക് തീർത്ത് തരുന്ന രീതിയിലോ അല്ലെങ്കിൽ വീട് പൂർണ്ണമായിട്ട് വെച്ച് തരുന്ന രീതിയിലോ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും. ഈ വണ്ടി ഇങ്ങനെ നേരെ വന്ന് നമുക്കിവിടെ നമ്മുടെ കാർ പാർക്കിംഗ് വരും. താഴെ ഒരു സെല്ലാർ പോർഷൻ വരുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലാണ് പെർമിറ്റ് എടുത്തിട്ടുള്ളത്. ആ രീതിയിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരും. ഇനി അതല്ല ബേസ്മെൻറ്റ് മാത്രം ആ ഒരു ലെവലിലാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തു തരും. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് റാണിഗിരി പള്ളിയുടെ ഓപ്പോസിറ്റ് കാണുന്ന വഴി നമ്മൾ നേരെ കയറി വരുമ്പോഴത്തേക്കും ഒരു അംഗൻവാടി വരും. അവിടെ വെച്ച് രണ്ടായിട്ട് തിരിയാം. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുക. കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ വലത്തോട്ട് കൈരളി ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. അതിനകത്ത് കയറി നമ്മൾ കുറച്ച് ദൂരം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയായി. ആ രീതിയിലാണ് ആക്സസിബിലിറ്റി വരുന്നത്. ഇതിപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബേസ്മെൻറ്റ് മുതലേ എന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കമ്പി അകലം എല്ലാം കറക്റ്റായിട്ട് വിട്ടിട്ടുണ്ടോ, കമ്പിയുടെ അളവ് എത്രയാണ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ ഇട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് എന്ത് സാധനം വെച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ വന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്വാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി എടുത്ത് ബാക്കി പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി നമുക്ക് ഈ വീടിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പോൾ എന്താ ഇവിടെ ഈ ഒരു ചുമര് കണക്ക് ചെയ്തു വരുന്നത് അവിടെ ഫുള്ളായിട്ട് റീറ്റെയിനിങ് വാൾ കണക്ക് ചെയ്ത് നമുക്കിവിടെ മണ്ണടിച്ച് പൊക്കി ഇത് നമ്മളെ മുറ്റമായിട്ട് വരും. അതിനുശേഷം പിൻവശത്തേക്ക് നമുക്കിത് വേണമെങ്കിൽ ഒരു സെല്ലാർ പോർഷനായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. അവിടെ നിന്ന് പില്ലർ പൊങ്ങി ഗ്രൗണ്ട് ഫ്ലോർ ഇതിൻ്റെ മേളിലായിരിക്കും നിൽക്കുക കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു സെല്ലാർ പോർഷനും കിട്ടുന്നുണ്ടാവും. ബാക്കി മുറ്റം നമുക്ക് ഏകദേശം 4 മീറ്ററോളം പിൻവശത്തേക്ക് എടുത്തിട്ടായിരിക്കും നമുക്ക് മുറ്റം ഇടുക. ആ രീതിയിൽ 5.9 സെൻറ്റ് സ്ഥലത്താണ് നമുക്ക് ഈ വീടിൻ്റെ പണി സ്റ്റാർട്ടാവുന്നത്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കാം. ഉദ്ദേശിക്കുന്ന വില നമുക്കിത് ബേസ്മെൻറ്റ്, അതായത് വീടിൻ്റെ ബേസ്മെൻറ്റ് അടക്കം തീർത്ത് ആ ഒരു ലെവലിൽ തീർത്ത് തരുന്നതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് 8.5 ലക്ഷം രൂപയാണ്. 5.9 സെൻസ് ഉണ്ട്. ബാക്കി നിങ്ങൾക്ക് വീട് പൂർണ്ണമായിട്ടും പണി തീർത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും വാങ്ങാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.